പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു അരുൾ ചെയ്തു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീതഹൃദയനുമാകയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്നും പഠിക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്തെന്നാൽ എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. ഈ വചനഭാഗത്തിലൂടെ യേശു നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നതും നമ്മുടെ സുഖദുഃഖങ്ങളിലൊക്കെയും നമ്മൾ ദൈവത്തിനെ അനുകരിക്കുന്നതിന് വേണ്ടി തന്നെ. യേശു ശാന്തശീലൻ എന്ന് പറയുന്നുണ്ട്, വിനീത ഹൃദയൻ എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മൾക്കും ഉണ്ടാകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവത്തിൻ്റെ കരുണ നമ്മളിൽ ഉണ്ടാകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദൈനംദിന ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെയും നമ്മൾക്ക് യേശുവിനോടൊപ്പം ചുമന്നുകൊണ്ട് പോകുവാനായിട്ട് സാധിക്കും. ഇതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.